നമസ്കാരം, ചന്ദ്രാപ്പിൻ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്പർ സീരീസ് ആണ്. CHSL എക്സാംസിന് വേണ്ടിയിട്ടുള്ള നമ്പർ സീരീസ് ആണ് നോക്കുന്നത്. CGL ന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തൊട്ട് മുന്നത്തെ വീഡിയോകളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. CGL ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് നോക്കുന്നത്? CHSL ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതാണ് നോക്കുന്നത് വെച്ചാൽ നമ്പർ സീരീസ് ആണ് നോക്കുന്നത്. CGL ന്റെയും RRB യുടെ ഒക്കെ നമ്മൾ ഒത്തിരി നമ്പർ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CHSL ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്പർ സീരീസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. CHSLകാർക്ക് വേണ്ടി മാത്രം. അവർക്ക് അതിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് നമ്പർ സീരീസ് ആണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഇത് 1/7/2024 ഷിഫ്റ്റ് 1 ചോദിച്ച നമ്പർ സീരീസ് ആണ് കേട്ടോ. ഒത്തിരി നമ്പർ സീരീസുകളുണ്ട്. നമ്പർ സീരീസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി കിട്ടും. അപ്പൊ നമ്മൾ വളരെ പഴയത് നോക്കുന്നില്ല, കഴിഞ്ഞ തവണ നോക്കിയപ്പോ അവരുടെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചത് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ പഴയ നമ്പർ സീരീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ബേസിക് ഒന്നും അല്ല ഞാൻ പറയുന്നത്, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഒന്നാമത് 129, 128, 124, 115, 99 ഇങ്ങനെയാണ് പോകുന്നത്. അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒന്നുകിൽ ഡിഫറൻസ് എടുക്കണം, അല്ലെങ്കിൽ അഡീഷൻ എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൂട്ടിയിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടണം. അത് നമ്മൾ പോകുന്ന അനുസരിച്ച് ചെറുതാവുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ ചെറുതാവുകയായിരിക്കും. നല്ല ചെറുതാവുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടും, അല്ലെങ്കിൽ കുറച്ചിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് പോകുമ്പോഴേക്കും ഒരു മീഡിയം ലെവലിലൊക്കെ ചെറുതായിട്ട് പോവാം. കൂടി പോവാണെങ്കിൽ ഇൻഡു ചെയ്യും. നല്ല കൂടി പോവാണെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോലെ. അങ്ങനെയൊക്കെ നമ്മളൊരു ലോജിക്കലി നമ്മളത് നോക്കി വെക്കണം, എങ്കിലും അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. നമ്മൾ എല്ലാത്തിന്റെയും ഡിഫറൻസ് ആദ്യം എടുത്ത് നോക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ലോജിക്ക് നമ്മൾ എടുക്കുകയാണ്, ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണ് നമ്മള്. 4, 124, 115, 9 കിട്ടുന്നത്. 115, 980, 16. അപ്പൊ 1, 4, 9, 16. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയത് എന്താണ്? സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 2, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പൊ അടുത്ത എന്തായിരിക്കും? 25ന്റെ സ്ക്വയർ ആയിരിക്കും 25. അപ്പൊ 99 പ്ലസ് 25 വരും അല്ലെ, 74 വരും. അപ്പൊ നമുക്ക് ആൻസർ 74 ആണ്. 74 നമ്മുടെ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, സ്ക്വയർ ആണ് ഇത് പോകുന്നത്. ഡിഫറൻസ് എടുക്കുക, അത് തമ്മിൽ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 40, 18, 10, 4, 0 ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിഫറൻസ് എടുക്കുക. 0യും 4ഉം തമ്മിൽ നമുക്ക് 4 ആണ്. 10ഉം 4ഉം 6 ആണ്. 10ഉം 6 ആണ്. 10ഉം 18ഉം തമ്മിൽ 8 ആണ്. അപ്പൊ എന്താണ്? 4, 6, 8. അപ്പൊ ഇനി അടുത്ത് എന്തായിരിക്കും? 10 ആയിരിക്കും. 10 എന്ന് പറയുമ്പോ 10 കൂട്ടണം. 10ഉം കൂടെ കൂട്ടുമ്പോ 18 പ്ലസ് 10 എന്ന് പറയുന്നത് 28 ആണ്. 28 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ, നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. 4, 13, 58, 94, 139, 193 ആണ്. ഇതിന്റെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലെ. 139, 193 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 54 ആണ്. അതുപോലെ തന്നെ 139ഉം 94ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 45 ആണ്. തമ്മിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അല്ലെ, ഒരു റിലേഷൻ ഒന്നുമല്ല. പിന്നെ 94ഉം 58ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 36 ആണ്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് 4ഉം 13ന്റെ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 9 കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് വീണ്ടും ഇതിന്റെ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ 9 ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ 9 ആണ്. അപ്പം കോമൺ ഡിഫറൻസ് എന്താണ്? 9 ആയിട്ടാണ് പോകുന്നത് മനസ്സിലായി. അടുത്ത ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താണ്? വീണ്ടും 9 കുറയണം. അപ്പൊ 36 9 പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27 എന്ന് കിട്ടും. 58 27 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു ഡിഫറൻസ് എടുത്തു, അതിന്റെ ജസ്റ്റ് കൂടി ഒന്നുകൂടി കോമൺ ഡിഫറൻസ് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21, 60, 177, 528, 1581. അപ്പൊ വലിയ സംഖ്യകളായിട്ടാണ് അടുത്ത് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിലെന്തായാലും ഒരു
സ്ക്വയറോ ക്യൂബോ ഒക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്ത് നോക്കാം. ആ ഒരു ലോജിക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുവാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിപ്പോ 21ഉം 60ഉം തമ്മിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ നമ്മളൊരു 2 കൊണ്ട് 3 കൊണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഗുണിച്ച് നോക്കുകയാണ്. അപ്പൊ 21 × 3 കൊണ്ട് ഗുണിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും, 63 എന്ന് കിട്ടും അല്ലെ. 63 എന്ന് കിട്ടി. 23 × 3 ഓടിച്ചപ്പോ നമുക്ക് 63. പക്ഷെ നമുക്ക് ആൻസർ എപ്പുറത്ത് ഏതാ കിടക്കുന്ന 60ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 60 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്തത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 60 × 3 ചെയ്യുമ്പോ 180 ആണ് അല്ലെ. 60 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. 180 നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 177 കിട്ടുന്നുണ്ട്. അപ്പം × 3 +- 3 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. നമുക്ക് അത് ഉറപ്പാണോ നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം, എല്ലാ നമ്പേഴ്സും നമുക്ക് ചെയ്ത് നോക്കാം. 1581 × 3 ചെയ്യുമ്പോ എന്ത് കിട്ടും, 1581 × 3 എന്ന് പറയുന്നത് 4743 ആണ്. ഓക്കെ, 4743 ആണ്. -3 ചെയ്യുമ്പോൾ 4740 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ 4740 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ് കിട്ടുന്നത്. എന്താണ്, ഒരു സംഖ്യ × 3 - 3 × 3 - 3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, × 3 - 3 × 3 - 3 അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. ഓക്കെ, അടുത്ത സീരീസ് 6, 16, 36, 76 പിന്നെ ഒരു 316 ആണ് നമുക്ക് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിതിൽ എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ ഈ ഇതിൽ വരുന്നത്. അതായത് ലോജിക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും സമയത്ത് എക്സാം സമയത്ത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ത് ചെയ്താലാണ് കിട്ടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, കുറച്ച് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, 6ഉം 16ഉം ഡിഫറൻസ് വരുന്നത് 10 ആണ്. 16ഉം 36ഉം ഡിഫറൻസ് വരുന്നത് 20 ആണ്. 36ഉം 76ഉം ഡിഫറൻസ് വരുന്നത് എന്താണ്, 40 ആണ്. അപ്പൊ 36ഉം 76ഉം 40 വന്നു. അപ്പൊ 10, 20, 40. അപ്പൊ അടുത്ത് നമുക്ക് 80 നോക്കി നോക്കാം. 76 + 80 ചെയ്ത് നോക്കാം. 6, 15. ഇപ്പൊ 186 എന്നുള്ളത് നമുക്ക് ആൻസറിലുണ്ട്. 186 ആണ് കേട്ടോ. +80 ആണ്. 186 ആണ് നമ്മുടെ ഉത്തരം. അത് ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്, +10 +20 +40 +80 അങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത്. 20 കൂടി പോവാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 67, 100, 146, 179, 225, 258 അങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത്. അടുത്ത നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഡിഫറൻസ് ഒക്കെ എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോ ഇതൊരു 33 ആണ് വരുന്നത്. ഇതൊരു 46 ആണ് വരുന്നത്. 100, 146, 46 ആണല്ലോ. വീണ്ടും ഇത് എടുക്കുമ്പോൾ ഒരു 33 ആണ് വരുന്നത്. 225 - 179 46 ആണ്. അപ്പം +33 + 46 + 33 + 46 അങ്ങനെയാണ് നമുക്ക് നമ്പർ പോകുന്നത്. അപ്പൊ എന്താണ്, വീണ്ടും ഇത് നമ്മൾ 33 ചെയ്യുമ്പോഴത്തേനും എന്ത് കിട്ടും, 304 എന്ന് പറഞ്ഞ് കിട്ടും. 250. ഓക്കെ, 304 നമുക്ക് ഓപ്ഷനിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് പോകുന്നത്, +33 + 46 വീണ്ടും +33 + 46 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ സീരീസ് അങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. 33, 46 + 33, 46 ഓരോന്നിലും അത് ആഡ് ചെയ്ത് പോവാം. ഇത് കുറച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇത് തമ്മിൽ പരസ്പരം ബന്ധം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഇതിന്റെ ഡിഫറൻസ് ഒക്കെ എടുത്ത് അങ്ങനെ പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12, 26, 54 അടുത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 222, 446. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് കാണുമ്പോ ഒന്ന് ഡിഫറൻസ് എടുക്കാം. കൂടിയാണ് പോകുന്നത്. ജസ്റ്റ് ഡിഫറൻസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാനും തോന്നും. 12, 2 ആവുമ്പോ അതിന് 12, 2 24 ആണ്. 24 + 2 26 ആണ് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് 26 × 2 + 2 എന്ന് പറയുന്നത് 54 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് 54 × 2 108. 108 + 2 എന്ന് പറയുന്നത് 110 ആണ്. നമുക്ക് ആൻസർ 110 ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സീരീസ് എങ്ങനെയാണ് പോകുന്നത്, × 2 + 2 × 2 + 2
അതായത് 1 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക 2 കൂട്ടുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 110 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ സീരീസ് വരുന്നത്. ഇത് CHSL ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്പർ സീരീസ്. ഇതുപോലെ ഇത് കുറച്ച് എളുപ്പമാണ്. CHSL ആയതുകൊണ്ടാണ് നിങ്ങൾ തൊട്ട് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോസ് CGL നോക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്പർ സീരീസ് ഇച്ചിരി കൂടി ടഫ് ആണ്. കുറച്ച് കൂട്ടണം, കുറയ്ക്കണം, പിന്നെ ക്യൂബ് എടുക്കണം, പിന്നെ കുറയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് CGL വരുന്നത്. തൊട്ട് മുന്നേ ഉള്ള കുറച്ച് നമ്പർ സീരീസിന്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. CHSL കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് പാർട്ട് 1 ആണ്. അപ്പൊ നമുക്ക് അടുത്ത പാർട്ട് 2 കുറച്ച് ബാക്കി കൂടി ടൈപ്പ് ഓഫ് നമ്പർ സീരീസ് നോക്കാനുണ്ട്. അപ്പൊ എല്ലാവരും എന്തെങ്കിലും ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.